ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉടൻ ഉണ്ടാവില്ല. പക്ഷേ പുതിയ ഒരു ബിഗ് ബോസ് വരാൻ പോവുകയാണ് മക്കളെ. ശരിക്കും 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വരാൻ പോകുന്നത് പുതിയ ബിഗ് ബോസ്. സംഭവം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ബിഗ് ബോസ് മലയാളം നമുക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായെങ്കിൽ അടുത്തൊരു ബിഗ് ബോസ് കാണാനുള്ള ത്വരയാണ് എല്ലാവർക്കും. അപ്പം നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു ബിഗ് ബോസിൻ്റെ കാര്യം പറയാനുണ്ട്. 2-3 ബിഗ് ബോസുകൾ എക്സ്ട്രാ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ കണ്ണിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വരും നമ്മുടെ കണ്ണ്? കഴിഞ്ഞ പ്രാവശ്യം വന്നത് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് വരാനുള്ള സമയമൊക്കെ ആയി. ഓഡീഷൻ പ്രൊസീജിയേഴ്സിൻ്റെ സമയമായി, പ്രഡിക്ഷൻ ലിസ്റ്റുകളുടെ സമയമായി. എന്തൊക്കെയാണ് മലയാളം ബിഗ് ബോസ് സീസൺ 8ൻ്റെ അപ്ഡേറ്റ്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ള അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ഞാൻ മലയാളം ബിഗ് ബോസിന്റെ കാര്യം പറയാം, പക്ഷേ അതിനു മുന്നേ ആദ്യം പറയാനുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ്. കാരണം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ബംഗ്ലാ ബിഗ് ബോസ് തിരിച്ചു വരികയാണ്. ബംഗാളി ബിഗ് ബോസ് 2013 സീസൺ 1 അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2016 സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് കളേഴ്സ് ബംഗ്ലയിലാണ് അവരത് ഓട്ടിച്ചുകൊണ്ടിരുന്നത്, ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നെ അവർ സ്റ്റോപ്പ് ആക്കി. ബാക്കി എല്ലാ ബിഗ് ബോസുകളും 2013 അതായത് നമ്മുടെ മലയാളം ബിഗ് ബോസ് തുടങ്ങുന്നതിനും ഒക്കെ ഒത്തിരി മുന്നേ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ 10-12 സീസൺ ആവാനുള്ള സമയമായി എല്ലാ വർഷവും ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ആ സമയത്തിന് എന്തോ ഫ്ലോപ്പ് ആയതുകൊണ്ട് എന്താണ് കാര്യം എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ബനീജെ ഗ്രൂപ്പും എൻഡമോൾ ഷൈൻ ഇന്ത്യയും കൂടെ ഒഫീഷ്യലി തന്നെ അറിയിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ബംഗ്ലാ തിരിച്ചു വരികയാണ്. ഏത് ചാനലിൽ? സ്റ്റാർ ജൽഷയിലാണ് വരാൻ പോകുന്നത്. സൗരവ് ഗാംഗുലിയാണ് ഇതിൻ്റെ ഹോസ്റ്റ്. പുതിയ ഹോസ്റ്റ് സൗരവ് ഗാംഗുലിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് മൊത്തത്തിൽ 7 ലാംഗ്വേജിലുണ്ട്. ഇന്ത്യയിൽ 7 ലാംഗ്വേജിലുണ്ട്. ഇതിനകത്ത് ബംഗാളി സീസൺ മാത്രമാണ് 2 സീസണോട് കൂടി ഇവിടെ നിർത്തി വെച്ച് മാറിയിരുന്നത് മൂലയ്ക്ക്. ബാക്കി എല്ലാ സീസണുകളും ഓടുന്നുണ്ട്. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, മറാത്തി, ഹിന്ദി ഇതെല്ലാം ഓടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മുടെ ബംഗ്ലയും കൂടി തിരിച്ചു വന്നു. ഏത് സെറ്റാണെന്ന് എനിക്കൊരു പിടിയുമില്ല. കാരണം അത്രയും വർഷത്തിന് മുന്നേ ആയിരുന്നതുകൊണ്ട് സെറ്റുകൾ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഏത് സെറ്റാണെന്നുള്ളത്. അന്നാണെങ്കിൽ ടെർമോക്കോൾ പോലത്തെ ഒരു എന്താ പറയുക, ഒരു വീടിൻ്റെ അപ്പിയറൻസ് അങ്ങനെയാണ്. ഹിന്ദി ബിഗ് ബോസ് ആയാലും ആ സമയത്ത് അങ്ങനെയാണ്. എല്ലാ ബിഗ് ബോസുള്ള ഒരു തെർമോക്കോൾ അപ്പിയറൻസ് ആണ്. നമുക്ക് കാണുമ്പോൾ ടെർമോക്കോൾ വെച്ച് വീട് ഉണ്ടാക്കിയാണെങ്കിൽ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് സെറ്റാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഏത് സെറ്റാണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. പക്ഷേ വരട്ടെ അല്ലേ, സന്തോഷം. ബംഗ്ലാ ബിഗ് ബോസ് വന്നു. ഇതോടൊപ്പം തന്നെ 3-4 ലാംഗ്വേജസ് കൂടി ഗുജറാത്തി ബിഗ് ബോസ് വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ പല ബിഗ് ബോസുകൾ 3-4 ലാംഗ്വേജസിൽ കൂടി വരുന്നുണ്ട് എന്നുള്ള വാർത്ത അറിയുന്നുണ്ട്. സന്തോഷം, വരട്ടെ. ഇതിനൊക്കെ സെറ്റ് എവിടെ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി മലയാളം ബിഗ് ബോസിന്റെ കേസിലേക്ക് വരാം. മലയാളം ബിഗ് ബോസ് നമ്മൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്തത്. ഈ വർഷം നമ്മൾ പറഞ്ഞിരുന്നു മാർച്ച് ഏപ്രിലിൽ തന്നെ തുടങ്ങാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് പിന്നെ തള്ളി. നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ വീഡിയോ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ജൂൺ ജൂലൈയിലോട്ട് എത്തി നിൽക്കുകയാണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വളരെ വിഷമകരമായി അറിയുന്ന ഒരു കാര്യം, ഓഗസ്റ്റിലായിരിക്കും സീസൺ തുടങ്ങുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കും. ഇനി എന്തെങ്കിലും മാറ്റം അതിൽ വന്ന് ലക്ക് ഉണ്ടെങ്കിൽ ജൂലൈക്ക് എങ്ങനെ പ്രതീക്ഷിക്കുക. അല്ലാതെ നിങ്ങൾ ജൂണിലും എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ട. ഓഗസ്റ്റിൽ നിന്ന് അങ്ങോട്ടൊക്കെ തള്ളിപ്പോവും. ചിലപ്പോൾ ഓഗസ്റ്റ് എന്തായാലും പ്രശ്നം വന്നാൽ മതിയല്ലോ, സെപ്റ്റംബറിലോട്ട് തള്ളിപ്പോവും, ഒക്ടോബറിലോട്ട് തള്ളിപ്പോവും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഓഗസ്റ്റിലാണ് ബിഗ് ബോസ് സീസൺ മലയാളം 8 സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടികളെന്ന് അറിയുന്നു. ഇതിൻ്റെ സ്പോൺസേഴ്സ് ആരാണെന്നോ അതിൻ്റെ പരിപാടീസ് ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് അതൊന്നും എനിക്ക് അറിയത്തില്ല. ആ കാര്യങ്ങളൊക്കെ അറിയുന്ന മുറയ്ക്ക് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇനിയിപ്പം എന്താണോ എന്തോ അതുകൊണ്ടൊക്കെ തന്നെയാണോ ലാഗാവുന്നതെന്ന് അറിയില്ല. ലാലേട്ടൻ്റെ ഡേറ്റ് ഇതിലൊരു പ്രധാന ഘടകമാണ്. ബിഗ് ബോസും ലാലേട്ടൻ്റെ ഡേറ്റ് വരെ ലാലേട്ടൻ തന്നെയാണ് ഹോസ്റ്റ്. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സീസൺ 8, സീസൺ 9, സീസൺ 10 വരെയുള്ള അഗ്രിമെന്റ് ലാലേട്ടൻ സൈൻ ചെയ്തു എന്ന് ലാലേട്ടൻ തന്നെ ഏതോ ഒരു ബിഗ് ബോസിൻ്റെ ഏതോ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, ആ ഒരു ഇവന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി പറയാനുള്ള ഒരു കാര്യം, ലോഗോ ലോഞ്ചാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ബിഗ് ബോസ് ഓഗസ്റ്റിലാണ് തുടങ്ങിയതെങ്കിലും ലോഗോ മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ എന്ന് വന്നു. ലാലേട്ടൻ്റെ ബർത്ത്ഡേ എന്ന് രാവിലെ 10 മണിയായപ്പോഴത്തേക്ക് ലോഗോ വന്നു. അപ്പോൾ ഇത്തവണയും അത് നമുക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കാം. കാരണം മെയ്യിൽ ലോഗോ വന്നാലും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അത് നേരത്തെ കുട്ടിയുടെ പ്രൊമോഷൻ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് കണക്കൂട്ടിയിരിക്കും. ഇത്തവണ ഇനി കോമണേഴ്സ് ഉണ്ടെങ്കിൽ ഇത്ര പേരെ എടുക്കും എന്നൊന്നും ഒരു പിടിയുമില്ല. എന്തായാലും ഓഗസ്റ്റിലാണ് നിലവിൽ ഇപ്പോൾ ബിഗ് ബോസ് എത്തി നിൽക്കുന്നത്. ഓഗസ്റ്റിലാണ്. ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം ഓണമൊക്കെ ഇത്തവണ അതിനകത്ത് മുങ്ങിപ്പോവും. ഓണവും ആഘോഷിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഗെയിമും പ്രോപ്പർലി നടക്കത്തില്ല. ഓണം സമയത്ത് നമുക്കറിയാലോ, അവർ ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു ഗെയിമോ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ ഓണം ടൈമിലൊന്നും കൊടുക്കാൻ പോകുന്നില്ല. അപ്പം പിന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം നടക്കത്തുമില്ല.
അപ്പോൾ അതാണ് പറയാനുള്ള ഒരു കാര്യം. ഇനി ഇപ്പോൾ ബിഗ് ബോസിൽ നിലവിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മറാത്തി ബിഗ് ബോസ് ആണ്. ഏതാണ്ട് 68 ദിവസമായി. കഴിഞ്ഞ സീസൺ 5 അവർ 75ാമത്തെ ദിവസം ഫിനാലെ നടത്തി പൂട്ടിപ്പോയതാണ്. അപ്പോൾ ഇത്തവണത്തെ ഫിനാലെ എത്ര ദിവസമാണെന്നൊന്നും അറിഞ്ഞുകൂടെ, ഞാൻ ഫോളോ അപ്പ് ചെയ്യലില്ല. പിന്നെ നമുക്കറിയാം ബാക്കിയുള്ള ബിഗ് ബോസ്, ഇപ്പോൾ ഒരു ബിഗ് ബോസും ഇല്ലല്ലോ. ബിഗ് ബോസ് OTT ആണ് സാധാരണ ഒരു ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് വരുന്നത്, ഹിന്ദി. അത് ഇത്തവണ ഉണ്ടോ അതില്ലെന്നാണ് കേൾക്കുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യം വരുന്നത് മിക്കവാറും മലയാളം ബിഗ് ബോസ് തന്നെയായിരിക്കും. ഓഗസ്റ്റിൽ മലയാളം ബിഗ് ബോസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം രണ്ടാമത് തെലുങ്ക് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും സീസൺ 10. അതിനുശേഷം തൊട്ട് പിറകെ നമ്മുടെ തമിഴ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ തൊട്ട് പിറകെ കന്നഡ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും. തമിഴ് ഒക്ടോബറിലാണ്, കന്നഡയും ഒക്ടോബറിലായിരിക്കും. അപ്പം തന്നെ ഒക്ടോബറിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹിന്ദി ബിഗ് ബോസും ഉണ്ടാവും. ഹിന്ദി ബിഗ് ബോസ് ചിലപ്പം ഓഗസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നേരത്തെ ആയിരുന്നു, 4 മാസം 5 മാസം നടത്താമെന്നൊക്കെ പറഞ്ഞ് നേരത്തെ അവർ ഓഗസ്റ്റിൽ തുടങ്ങി വെച്ചിട്ട് അവരും പൂട്ടും കെട്ടി ഓടി. അതാണ് പക്ഷേ കഴിഞ്ഞ വർഷം ഹിന്ദി ബിഗ് ബോസ് സൂപ്പർ ബിഗ് ബോസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബിഗ് ബോസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സീസൺ 13 14 സീസൺ 13 വരെ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടതാണ്. 14 കുഴപ്പമില്ല. 15 മുതലാണ് അങ്ങോട്ട് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള സാധനം ഹിന്ദിയിൽ പറഞ്ഞു തുടങ്ങിയത്. എന്നാലും 16 ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീസണാണ്. 16 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ 17 18 ഒന്നും ആർക്കും ഇഷ്ടപ്പെടാതെ 19 എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീസണായിരുന്നു സീസൺ 19. ഇനിയിപ്പോൾ 20ാമത്തെ സീസണാണ് വരാൻ പോകുന്നത്. ആ സീസൺ ഇനി എത്ര ദിവസം ഉണ്ടാവും എന്ന് കണ്ടറിയാം. എന്തായാലും അപ്പം ഹിന്ദി ബിഗ് ബോസ് അവിടെ കിടക്കുവാണ്. അതിനുശേഷം ഇപ്പം മറാത്തി നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. എന്നിട്ടായിരിക്കും ഇത് തീർന്നിട്ടായിരിക്കും പിന്നെ മറാത്തിയൊക്കെ വരുന്നത്. മറാത്തി വരുമ്പോൾ നവംബർ ഡിസംബർ ഒക്കെ ആവും, ചിലപ്പോൾ ജനുവരി വരെ അടുത്ത് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി എപ്പോഴാണ് ബംഗ്ലാ ബിഗ് ബോസ് എന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവും. കാരണം ഒഫീഷ്യലി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ പറയുന്ന കണക്ക് എൻ്റെ മോൾ ഷെയറാണ്. അപ്പോൾ എപ്പോഴും വേണമെങ്കിലും ബംഗ്ലാ ബിഗ് ബോസിൻ്റെ ഒരു ലോഗോ ലോഞ്ചോ പരിപാടീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗരവ് ഗാംഗുലിയാണ് കൺഫേംഡ് ആയിട്ടുള്ള ഹോസ്റ്റ് എന്ന് അറിയുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം. ദ 50 എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഹിന്ദിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെലിബ്രിറ്റീസിനെ വെച്ചുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ബിഗ് ബോസ് പോലെയേ അല്ല ഷോ. ബിഗ് ബോസ് പോലെ ഒരു വീടിനകത്ത് കടച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഷോക്ക് സീക്രസി ഇല്ല. ഡെയിലി ടാസ്ക് ബേസിലാണ് ഔട്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരാൾ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഷോ ഒന്നും തീർന്നിട്ടില്ല. പക്ഷേ പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഷോ. വൈ? ബിക്കോസ് എന്തോ അതിനൊരു ഫോർമാറ്റ് ആയിക്കോട്ടെ, ഒരു രസമില്ല. ഇത്രയും സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ട് പോലും ആ ഷോ കാണാനായിട്ടുള്ള ഒരു ഇതില്ല. TRPയിലൊക്കെ എൻ്റെ പൊന്നുമക്കളെ ആയുസിൻ്റെ ബെല്ലം കൊണ്ട് അതിൻ്റെ TRP എങ്ങനെയോ 0.ഒക്കെയാണ്, 0.7 എന്തൊക്കെയാണ് 8 എന്തൊക്കെയാണ്, അത്ര തുടങ്ങി. ഈ ഷോയിന് തിരിച്ചു വരുമെന്നൊന്നും തോന്നുന്നില്ല. പക്ഷെ കുറേയൊക്കെ വെറൈറ്റി ഷോകൾ മലയാളത്തിലോട്ടൊക്കെ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹമുള്ളത് എനിക്ക്. കാരണം നമ്മുടെ സ്പ്ലിറ്റ്സ് വില്ല പോലത്തെ ഷോകൾ മലയാളത്തിൽ വരണം. ഇപ്പം ഹിന്ദിയിലെ CTVയിലാണെങ്കിൽ ചോരിയ ചലിഗാവോ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്. അതൊക്കെ നമ്മുടെ മലയാളത്തിൽ വന്ന ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ്. നമുക്ക് വർഷാവർഷം ഒരു ബിഗ് ബോസ് കൊണ്ട് നമ്മൾ ആ ബിഗ് ബോസ് നോക്കി അതിനെ റിവ്യൂ പറഞ്ഞുകൂടി ഇരിക്കും അല്ലേ. വേറെ ഒന്നുമില്ല. ഈ ചോരിയ ചലിഗാവോ ഒക്കെ അടിപൊളി റിയാലിറ്റി ഷോയാണ് ഹിന്ദിയിൽ. അതായത് സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ഒരു വില്ലേജിൽ താമസിപ്പിച്ച് ആ വില്ലേജിൽ പശുവിൻ്റെ പാല് കറക്കുക, ചാണകം കോരുക, രാവിലെ വെള്ളം എടുക്കുക, കുടിലിൽ താമസിക്കുന്ന പോലത്തെ സെറ്റപ്പാണ് ഹിന്ദിയിലെ CTVയിൽ. പിന്നെ ലോക്കപ്പ് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഹിന്ദിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലാണ് ഇനിയിപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. കഴിഞ്ഞ സീസൺ ആട്ടുപാലാജിയിലായിരുന്നു. ആട്ടുപാലാജിയൊക്കെ ഇപ്പം അടിച്ചു കളഞ്ഞു, ആപ്ലിക്കേഷനൊക്കെ സർക്കാർ അടിച്ചു കളഞ്ഞു. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് ഇനിയിപ്പോൾ ലോക്കപ്പ് വരാൻ പോകുന്നത്. ബാലാജിയുടേതാണ്. അതും എന്താണെന്ന് അറിഞ്ഞു, ആ സീസൺ 2 ആണ്. അതുപോലത്തേക്ക് ഷോസ് മലയാളത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇത് നമുക്കൊന്നുമില്ല. ബിഗ് ബോസ് മാത്രമേ മലയാളികൾക്ക് അറിയാവൂ. അതിപ്പോൾ ഏഷ്യാനെറ്റിൽ മാത്രം. ഇപ്പം സി ഉണ്ട് ഹിന്ദിയിൽ, സൂര്യയുണ്ട്, ഒത്തിരി ചാനൽസ് ഉണ്ടല്ലോ. അപ്പം ഓരോരുത്തരുടെ റൈറ്റ്സ് മേടിച്ച് പല ഷോകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓൾവേസ് ഒരു റിയാലിറ്റി ഷോ ബിഗ് ബോസ് പോലെ, അല്ലെങ്കിൽ ബിഗ് ബോസ് ആയിട്ട് സാമ്യമുള്ള റിയാലിറ്റി ഷോ. ബിഗ് ബോസ് ഈസ് ഓൾവേസ് ഡിഫറെൻറ്റ് ആൻഡ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ബിഗ് ബോസിന് തന്നെയാണ്. പക്ഷേ അതുമായിട്ട് ചെറിയൊരു എന്താ പറയുക, ഒരു അടുപ്പം വരുന്ന സാധനങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ടല്ലോ പേഴ്സണലി. അപ്പോൾ അത്രയാണ് ഇത് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറയാമെന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തെന്നാണ് എൻ്റെ വിശ്വാസം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഓഗസ്റ്റിലാണെന്നാണ് അറിയുന്നത്. അതിൻ്റെ ഓഡീഷനൊക്കെ ഓഗസ്റ്റിലായതുകൊണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഏപ്രിൽ വിഷു ഒക്കെ കഴിഞ്ഞ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. ഓഗസ്റ്റിലാണ് സീസൺ എങ്കിലും വിഷു കഴിഞ്ഞ സമയത്ത് തന്നെ ഓഡീഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം തന്നെ നമ്മൾ കൺഫർമേഷൻ ലിസ്റ്റുകളൊക്കെ ഒത്തിരി പറഞ്ഞതാണ്. അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ചിലപ്പോൾ അങ്ങോട്ട് വൈകിയൊക്കെ ഈ സ്പോൺസറിൻ്റെ ഇഷ്യൂ വല്ലതും ഉണ്ടോ എന്തോ നമുക്ക് കണ്ട് തന്നെ അറിയാം. എന്തായാലും എത്രയും വേഗം ഷോ വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം എൻജോയ് ചെയ്ത് നമുക്കൊക്കെ കാണണം വീണ്ടും ഒരു പുതിയ ബിഗ് ബോസ്, എല്ലാ ക്വാളിറ്റിയോടും കൂടി ഒരു ക്ലാസിക് ബിഗ് ബോസ്, വിത്തൗട്ട് എനി തീമിലൊരു സൂപ്പർ ബിഗ് ബോസ്, വിത്ത് സൂപ്പർ കാലിബറുള്ള പ്ലേയേഴ്സ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കണ്ടസ്റ്റൻസുമായിട്ട് വരട്ടെ. അപ്പോൾ കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ അറിയുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എനിക്കറിയാം വീഡിയോ ഞാൻ തന്നെ പറഞ്ഞു ഒത്തിരി ലാഗായിപ്പോയി. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. നിങ്ങൾക്ക് ആരൊക്കെയാണ് ബിഗ് ബോസിൽ വരേണ്ടതെന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ, വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.